സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ അന്വേഷിച്ച് നടക്കുകയല്ലേ. പക്ഷേ നമുക്ക് ഇതുവരെ നോക്കാൻ പറ്റും സ്കൂൾ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റാഫാണോ, കുട്ടികളുടെ കൂടെ വളരെ സ്നേഹമായിട്ട് അവർ പെരുമാറുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേ ഒരു ക്ലാസ്സിൽ അവരെവിടെയാണ് ഇരിക്കുന്നത്, അവർ ജനലിൻ്റെ അടുത്താണോ, ടീച്ചറിൻ്റെ അവിടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് റോയിലാണോ, അവർക്ക് ഇഷ്ടമില്ലാത്ത കംഫർട്ടബിൾ അല്ലാത്ത ഒരു സീറ്റിൽ ഒരു വർഷം മുഴുവൻ ഇരിക്കേണ്ടി വന്നാൽ അവരുടെ അവസ്ഥ എന്താണ്, അതിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല അല്ലേ. അപ്പോഴാണ് എനിക്ക് നിങ്ങളെ ഒരു ബുക്ക് പരിചയപ്പെടുത്തണമെന്ന് തോന്നിയത്. കുട്ടികളോട് ഇടപെടുന്ന പാരൻസും ടീച്ചേഴ്സും അതല്ല എങ്കിൽ ഏതൊരു പ്രൊഫഷനിലുള്ള ആളും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഒരു പക്ഷേ BEd ഒരു പേപ്പറായിട്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു പുസ്തകമാണ് ടോട്ടോ ചാൻ, ജനലിൻ്റെ അരികിലെ ഒരു വികൃതി കുട്ടി. കാരണം എല്ലാ ആൾക്കാരും പ്രതീക്ഷിക്കുന്നത് പോലെ ക്ലാസ്സിലിരുന്ന് ടീച്ചറിൻ്റെ നിർദ്ദേശപ്രകാരം പഠിച്ചും വായിച്ചും എഴുതിയും കാര്യങ്ങൾ മനഃപ്പാഠമാക്കുന്ന ഒരു സിസ്റ്റം അല്ല. കുട്ടികൾക്ക് പലതരത്തിലുള്ള ടേസ്റ്റാണ്. ചിലപ്പോൾ അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ ഒരു കുട്ടി ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീ ഹൈപ്പർ ആക്റ്റീവാണ്, നിനക്ക് പഠിക്കാൻ ബുദ്ധിയില്ല, നീ ഭയങ്കര വികൃതിയാണ്, നീ ക്ലാസ്സിൽ തന്നെ വലിയ ശല്യമാണ് എന്നൊക്കെ ടാഗ് ചെയ്യേണ്ടി വരില്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്കൂളാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ടത്. ഇൻക്ലൂസീവായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള കുട്ടികളെ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കണം ഒരു സ്കൂൾ. എന്നാലല്ലേ ഇതൊരു സൊസൈറ്റിയുടെ ഭാഗമാണെന്ന് പറയാൻ പറ്റുള്ളൂ. പലതരം വൈവിധ്യങ്ങൾ നിറഞ്ഞതല്ലേ നമ്മൾ ഓരോ മനുഷ്യജീവനും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ സ്വഭാവത്തിലെ വൈവിധ്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം സ്കൂൾ. യെസ്, സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അനുസരണ കുട്ടികൾ മാത്രമല്ല, വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ലീഡേഴ്സിനെയും ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയണം. അപ്പോൾ ആദ്യത്തെ ചുവടുവെപ്പ് നമ്മളിൽ നിന്ന് തന്നെ ആവട്ടെ. ബിക്കോസ് യു ആർ ദ മൈൻഡ്ഫുൾ പാരന്റ്.